स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरुं वैष्णवां च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधाकान्त नमोस्तुते तप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. ഹരേ കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപം. ആദ്യത്തെ അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ദുര്യോധനൻ യുദ്ധഭൂമിയെ നോക്കി കണ്ടതും അതിനുശേഷം അർജുനൻ യുദ്ധഭൂമിയെ നോക്കി കാണാൻ വേണ്ടി ഭഗവാനോട് തന്റെ രഥം രണ്ട് സൈന്യത്തിന്റെയും മധ്യത്തിലായിട്ട് നിർത്തുക എന്ന് നിർദ്ദേശം നൽകി. ഭഗവാൻ അർജുനനും ഭഗവാനും ഇരുന്ന മഹത്തായിട്ടുള്ള രഥം ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലായി നിർത്തി. അതിനുശേഷം അവിടെ കൂടിയിട്ടുള്ള കുരുവംശജരെ നോക്കൂ. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീഷിതാം ഉവാച പാർത്ഥ പശ്യേതാം സമവേദാൻ കുരു. ആ കുരുവംശജരെ നോക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ അർജുനൻ ചുറ്റുപാടും നിരീക്ഷിച്ചു. പാണ്ഡവപക്ഷത്തുള്ളവരെയും കൗരവപക്ഷത്തുള്ളവരെയും അർജുനൻ നിരീക്ഷിച്ച സമയത്ത് അർജുനൻ ചുറ്റുപാടും കണ്ടത് സ്വന്തം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയുമാണ്. ദൃഷ്ടേമം സ്വജനം കൃഷ്ണായുസും സമുപസ്ഥിതം. ചുറ്റുപാടുമുള്ളത് ആരാണ്? എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെയാണ്. എല്ലാവരും എന്റെ ആളാണ്, എന്റെ ആളുകളാണ്. ആരും അന്യരായിട്ട് ആരുമില്ല, എല്ലാവരും എന്റെ ആളുകളാണ് എന്നാണ് അർജുനൻ ചുറ്റുപാട് നോക്കിയതിനു ശേഷം, ഇരു സൈന്യത്തെയും നിരീക്ഷിച്ചതിനു ശേഷം ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. എല്ലാവരും തന്റെ ബന്ധുക്കളാണ് യുദ്ധത്തിനായിട്ട് വന്നിട്ടുള്ളത്. തന്റെ ബന്ധുക്കളെ കൊല്ലുക എന്നത് തനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ബന്ധുക്കൾ തെറ്റുകാരാണെങ്കിൽ പോലും, അധർമ്മികളാണെങ്കിൽ പോലും, അവർ വലിയ തെറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും, അവരെല്ലാവരും എന്റെ ആളുകളായതുകൊണ്ട് അവർ ചെയ്തതൊന്നും കുഴപ്പമില്ല. അവരെ കൊല്ലാൻ എനിക്ക് ഇഷ്ടമില്ല. അവരെ കൊല്ലുന്നത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ ദുഃഖമാണ് എന്ന് ചിന്തിച്ച അർജുനൻ അവരോട് വലിയ ദയ തോന്നി. കൃപയാ പരയാ വിഷ്ണു വിഷീതന്വിതം അപ്രവീ. അവരോട് വലിയ ദയ തോന്നി എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് അർജുനൻ ഭഗവാനോട് പറയുന്നത്, ഞാൻ ചുറ്റുപാടും കാണുന്നതെല്ലാം എന്റെ ബന്ധുക്കളാണ്. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. ഇവിടെ വന്നിട്ടുള്ളത്, യുദ്ധത്തിനായിട്ട് വന്നിട്ടുള്ളത് ആരൊക്കെയാണ്? എല്ലാവരും എന്റെ ബന്ധുക്കളാണ്. സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. അപ്പോൾ അർജുനന് സംഭ്രമമുണ്ടായി. എങ്ങനെയാണ് താൻ ബന്ധുക്കളെ കൊല്ലാൻ പോകുന്നത്? ഇനി അഥവാ അവരെയൊക്കെ കൊന്നു കഴിഞ്ഞാലും എന്താണ് പ്രയോജനം? യുദ്ധം പിന്നീട് വിജയിച്ചിട്ട് എന്താണ് കാര്യം? തന്റെ ഐശ്വര്യം, അതേപോലെ തന്റെ വിജയവും കാണാൻ തന്റെ ബന്ധുക്കളും ആരും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു വിജയം കൊണ്ട് എന്താണ് കാര്യം എന്നൊക്കെ ചിന്തിച്ച് അർജുനന് വലിയ സംഭ്രമമുണ്ടായി.
നച്ചശക്നോമി അവസ്ഥാതും ബ്രഹ്മദീപച്ച മേമന. ആ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. കയ്യിൽ നിന്നും ഗാണ്ഡീവം സംസദേ ഹസ്ത, കയ്യിൽ നിന്നും ഗാണ്ഡീവം വഴുതിപ്പോയി. ത്വക്ചൈവ പരിതഹ്യത, ശരീരം മുഴുവൻ ചുട്ടു നീറുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടായി. ശരീരത്തിൽ മുഴുവൻ വലിയ തീ കത്തുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടായി. ത്വക്ചൈവ പരിതഹ്യത ദേവദുശ്യ ശരീരമേ രോമഹർഷജായതേ, ശരീരം വിറയ്ക്കാൻ തുടങ്ങി, അതേപോലെ രോമാഞ്ചമുണ്ടായി. ഇങ്ങനെയുള്ള സംഭ്രമ ലക്ഷണങ്ങളൊക്കെ അർജുനന്റെ ശരീരത്തിൽ കാണാൻ സാധിച്ചു. അർജുനൻ അത് ഭഗവാനോട് തുറന്നു പറയുകയും ചെയ്തു. എനിക്കിവിടെ നിൽക്കാൻ പോലും സാധിക്കുന്നില്ല, എന്റെ തല ചുറ്റിക്കറന്നു എന്നതുപോലെ എനിക്ക് തോന്നുകയാണ്. ഭ്രമദീപച്ച മേമനം, എന്റെ മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. നച്ചശക്നോമി അവസ്ഥാതം, എനിക്കിവിടെ നിൽക്കാൻ, ഈ തേരിൽ നിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത്. നിമിത്താനിജ പശ്യാമി വിപരീതാനി കേശവ, എല്ലാം ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്, ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്, എല്ലാം വിപരീതമായിട്ടാണല്ലോ സംഭവിക്കുന്നത്. ഞാൻ ഒരിക്കലും എന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒന്നും കൊല്ലണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാവരും അങ്ങനെ ഒരു യുദ്ധത്തിനായിട്ട് ഇവിടെ വന്നു നിൽക്കുകയാണ്. ഞാൻ ഒരിക്കലും എന്റെ ബന്ധുക്കളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അവരെല്ലാവരും ഇപ്പോൾ യുദ്ധത്തിനായിട്ട് എന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു എന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നതാണ് 31-ാമത്തെ ശ്ലോകം. നശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ നച്ചരാജ്യം സുഖാനിച്ച. അപ്പോൾ ഈ ശ്ലോകം മുതൽ അർജുനൻ താൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല, തനിക്ക് എന്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഓരോരോ കാരണങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ഒരു കാരണം 31-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ നച്ചരാജ്യം സുഖാനിച്ച. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. 31-ാമത്തെ ശ്ലോകം വായിക്കാം. അതിന്റെ വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി, വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ഓം ശ്രീല പ്രഭുപാദ കീ ജയ്. നേ ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനിജ. വിവർത്തനം. ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എന്ത് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കൃഷ്ണ. എനിക്ക് വിജയം ആവശ്യമില്ല, രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട. ഭാവാർത്ഥം. ബദ്ധരായ ജീവാത്മാക്കൾ തങ്ങളുടെ യഥാർത്ഥമായ പ്രതിപത്തി വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണെന്ന സത്യം മനസ്സിലാക്കാതെ ശാരീരിക ബന്ധങ്ങളാൽ ആകൃഷ്ടരാകുകയും അങ്ങനെ സന്തോഷിക്കാമെന്ന് ആശിക്കുകയും ചെയ്യുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള അന്ധമായ ആശയഗതി മൂലം ഭൗതിക സുഖാനുഭവങ്ങൾക്ക് കാരണമെന്തെന്നുകൂടി അവർ മറന്നുപോകുന്നു. ഒരു ക്ഷത്രിയന് വേണ്ടുന്ന ധാർമ്മിക നിയമങ്ങൾ പോലും അർജുനൻ മറന്നതുപോലെ തോന്നുന്നു. എത്രയും പ്രഭാവപൂർണവും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നവയുമായ സൗരമണ്ഡലത്തിൽ പ്രവേശിക്കാൻ രണ്ടു കൂട്ടർക്കേ അർഹതയുള്ളൂ എന്ന് പറയപ്പെടുന്നു. കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് യുദ്ധക്കളത്തിൽ വീണു മരിക്കുന്നവനും ലൗകിക ജീവിതം ത്യജിച്ച് ആധ്യാത്മിക സംസ്കാരത്തിന് സ്വയം സമർപ്പിച്ചവനും. ബന്ധുക്കളെ എന്നല്ല, ശത്രുക്കളെ പോലും ഹിംസിക്കാൻ അർജുനൻ ഇഷ്ടപ്പെടുന്നില്ല. ബന്ധുക്കളെ കൊന്നിട്ട് തനിക്ക് ജീവിതത്തിൽ സുഖിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് യുദ്ധത്തിന് ഒരുങ്ങുന്നതുമില്ല. വിശപ്പ് തോന്നാത്ത ഒരാൾ ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതുപോലെ നിരാശ കൊണ്ട് കാട്ടിൽ പോയി ഏകാന്ത ജീവിതം നയിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് രാജ്യം ആവശ്യമാണ്. മറ്റേത് പ്രവൃത്തിയും ക്ഷത്രിയന് ഉചിതമല്ല. അർജുനന് രാജ്യമില്ല. ബന്ധുക്കളിൽ നിന്ന് തന്റെ അച്ഛനവകാശപ്പെട്ട രാജ്യത്തെ പൊരുതി തിരിച്ചെടുക്കലല്ലാതെ അദ്ദേഹത്തിന് രാജ്യം നേടാൻ മറ്റൊരു പോംവഴിയില്ല. അതിനെ അർജുനൻ ഒരുക്കമില്ലാതാനും. ഈ നിലയിൽ കാട്ടിൽ പോയി നിരാശാപൂർണമായ ഏകാന്ത ജീവിതം നയിക്കാൻ മാത്രമേ തരമുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രേമാവതി. ഹരേ കൃഷ്ണ. അപ്പോൾ അർജുനൻ ഓരോ കാരണങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ അർജുനൻ ഇപ്പോൾ യുദ്ധം ഉപേക്ഷിക്കാനാണ് താല്പര്യം. യഥാർത്ഥത്തിൽ യുദ്ധം ആരംഭിക്കാനായി
യുദ്ധകാഹളം മുഴങ്ങി, എല്ലാവരും ശംഖ് വിളിച്ചു. ശംഖ് വിളിക്കുന്നത് യുദ്ധത്തിന്റെ ആരംഭത്തിലാണ്. അപ്പോൾ നേരത്തെ തന്നെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള സൂചനയായിട്ട് ശംഖനാദം മുഴങ്ങി. അതിനുശേഷമാണ് ഇപ്പോൾ അർജുനൻ പറയുന്നത് എന്താണ്? നശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. ഭഗവാനോട് പറയുകയാണ്, എനിക്ക് ഈ യുദ്ധത്തിൽ ബന്ധുക്കളെ കൊല്ലാൻ തീരെ താല്പര്യമില്ല. നശ്രേയോ അനുപശ്യാമി, ഞാൻ ഈ യുദ്ധത്തിൽ ബന്ധുക്കളെ കൊല്ലുന്നതിൽ യാതൊരു ശ്രേയസ്സും കാണുന്നില്ല. അതുകൊണ്ട് എന്താണ് നേട്ടം അല്ലേ? അപ്പോൾ ഇവിടെ അർജുനൻ ഇവരെല്ലാവരും എന്റെ ആളുകളാണ്. എന്റെ ആളുകളായതുകൊണ്ട് ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്നില്ല. ഇവരെല്ലാവരും എന്റെ ആളുകളാണ്. അവർ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല. എന്റെ ആളുകള്, എന്റെ കുടുംബക്കാര്, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടവര്, എന്റെ സമുദായക്കാർ തെറ്റ് ചെയ്താലും എന്താണ്? കുഴപ്പമില്ല. അവർ അധർമ്മികളാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അവരെ എതിരിടാൻ താല്പര്യമില്ല. അവരെ തിരിച്ചടിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത്. ഇത് യഥാർത്ഥ ഒരു ധാർമ്മികമായിട്ടുള്ള നിലവാരത്തിലല്ല അർജുനൻ സംസാരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ക്ഷത്രിയൻ ആണ്, ഞാനൊരു ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ ധർമ്മം എന്താണ്? അധർമ്മികളോട് എതിരിടുക, അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ക്ഷത്രിയന്റെ ധർമ്മം. സമൂഹത്തിൽ ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ധാർമ്മികരായിട്ടുള്ള വ്യക്തികളെ ജീവിക്കാൻ അനുവദിക്കാതെ, സാമാന്യ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളുകളെ അടിച്ചമർത്തുക, അവരെ ആയുധങ്ങൾ കൊണ്ട് അടിച്ചമർത്തുക എന്നുള്ളതാണ് ക്ഷത്രിയന്റെ ധർമ്മം. ക്ഷത്രിയാഹി പ്രജാരക്ഷൻ ശസ്ത്രപാണി പ്രദണ്ഡയൻ. ഇതാണ് ക്ഷത്രിയന്റെ നിർവചനം തന്നെ. പരാശര മഹർഷി പറയുന്നതാണ്. ക്ഷത്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജാരക്ഷൻ. ക്ഷത്രിയാഹി പ്രജാരക്ഷൻ ശസ്ത്രപാണി പ്രദണ്ഡയൻ. അവന്റെ കയ്യിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം? ആയുധം ഉണ്ടായിരിക്കണം. എപ്പോഴും ആയുധവും കൊണ്ട് നടക്കുന്നവനാണ് ക്ഷത്രിയൻ. എന്തിനാണ്? പ്രജകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അധർമ്മികൾ, അക്രമികൾ, ഭീകരവാദികളൊക്കെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന സമയത്ത് ആയുധം കൊണ്ട് അവരെ എതിർക്കാൻ വേണ്ടിയുള്ള വിഭാഗമാണ് ക്ഷത്രിയ വിഭാഗം. ആ ധർമ്മം പോലും ഇപ്പോൾ അർജുനൻ മറന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഇവരെല്ലാവരും എന്റെ കൂട്ടരാണ്, അതുകൊണ്ട് ഞാൻ അവരോട് എതിരിടുന്നില്ല. അവർ തെറ്റ് ചെയ്തവരാണെങ്കിലും കുഴപ്പമില്ല. എന്റെ ആളുകളായതുകൊണ്ട് അവരോട് എതിർക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. നച്ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ സ്വജനം ന കാംക്ഷേ വിജയം കൃഷ്ണ നച്ചരാജ്യം സുഖാനിച്ച. അപ്പോൾ അർജുനന്റെ രണ്ട് മെന്റാലിറ്റി ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, ഒരു സ്വജനത്തിനോടുള്ള സ്നേഹം, തന്റെ ആളുകളോടുള്ള സ്നേഹം. നെപ്പോട്ടിസം എന്ന് പറയും ഇംഗ്ലീഷിൽ. നെപ്പോട്ടിസം. തന്റെ ബന്ധുക്കൾ, തന്റെ സുഹൃത്തുക്കൾ, ഇവർക്കൊക്കെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുക. അവർക്ക് അർഹിക്കാത്തതാണെങ്കിൽ പോലും അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക. എന്റെ ആളുകളൊക്കെ പ്രത്യേകിച്ച് അവിടെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അവർക്ക് പ്രത്യേകിച്ച് സംരക്ഷണം കൊടുക്കണം. അവർ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, അതൊന്നും കാണേണ്ട ആവശ്യമില്ല, കണ്ണടച്ചിരിക്കാം എന്ന് പറയുന്നതാണ് നെപ്പോട്ടിസം. അവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കാം. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, താനുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കും. അവർക്ക് യോഗ്യതയുണ്ടോ എന്നൊന്നും പരിഗണിക്കാം. അപ്പോൾ അർജുനനും ആ ഒരു ഭാഗം അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നച്ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ സ്വജനം. എന്റെ ആളുകളായതുകൊണ്ട് അവരെ വെറുതെ വിട്ടേക്കാം, അവരോട് യുദ്ധം ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അർജുനൻ ഇവിടെ സ്വന്തം താല്പര്യമാണ് പറയുന്നത്. എനിക്ക് താല്പര്യമില്ല. അത് ധർമ്മമാണോ, അല്ലെങ്കിൽ ഒരു ക്ഷത്രിയന്റെ ഡ്യൂട്ടിയാണോ, ഭഗവാൻ ഇഷ്ടമാകുമോ എന്നൊന്നും ചിന്തിക്കാതെയാണ് അർജുനൻ സംസാരിക്കുന്നത്. സ്വന്തം സ്വാർത്ഥ താല്പര്യം അല്ലെങ്കിൽ ശരീരബോധത്തിൽ നിന്നാണ് അർജുനൻ സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ശരീരബോധത്തിലാണ്, ശരീരവുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം എന്റെ ആളുകളാണ്, ശരീരവുമായിട്ട് ബന്ധപ്പെടാത്തവർ അന്യരാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. പിന്നീട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ശരീരവുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം എന്റെ ആളുകൾ, അല്ലാത്തവരെല്ലാവരും ശത്രുക്കൾ എന്നുള്ള രീതിയിൽ കാണും.
അപ്പോൾ ഇവിടെ ശീലപ്രഭാതര ഭാവാർത്ഥത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ബന്ധു ആരാണ് എന്നറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തെറ്റായിട്ടുള്ള ധാരണ നമ്മൾക്കുണ്ടാകുന്നത്. ആ ധാരണയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്, അജ്ഞാനത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത്. ഇത് സാധാരണ ഭൗതികമായിട്ടുള്ള ലോകത്തിൽ എല്ലാവർക്കും ഉള്ള ഒരു ധാരണയാണ്. എന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടവർ മാത്രമാണ് എന്റെ ആളുകൾ, ബാക്കി എല്ലാവരും പരിചയമില്ലാത്തവർ അല്ലെങ്കിൽ ശത്രുക്കളായിട്ടുള്ളവർ. അവരുടെ കാര്യം ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ് സാധാരണ ഭൗതികമായിട്ടുള്ള ഒരു ചിന്താഗതി. ആ ഒരു ചിന്താഗതിയാണ് അർജുനൻ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഭൗതികമായിട്ട് സ്വാഭാവികമാണ്, അങ്ങനെ തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ഇത് അജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ വിശദീകരിക്കുന്നു. യഥാർത്ഥ ജ്ഞാനം എന്താണ്? എന്റെ യഥാർത്ഥ ബന്ധു, എന്നെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നവൻ, ഞാൻ യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടിയാണോ പ്രവർത്തിക്കേണ്ടത് അത് ആരാണ്? ഭഗവാനാണ്. ഓരോ ജീവന്റെയും യഥാർത്ഥ സുഹൃത്താരാണ്? ഭഗവാനാണ്. സുഹൃതം സർവഭൂതാനാം. അത് മറന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുള്ളത്. ശരീരവുമായിട്ട് ബന്ധപ്പെട്ടവർ എന്റെ ബന്ധുക്കളാണ്, അവരെയാണ് ഞാൻ സംരക്ഷിക്കേണ്ടത്, അവരോടാണ് എനിക്ക് കടമയുള്ളത്, അവരോടാണ് ഞാൻ കൂറു പുലർത്തേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ശരീരബോധത്തിൽ നിന്നാണ്, അജ്ഞാനത്തിൽ നിന്നാണ്. യഥാർത്ഥ ബന്ധു ഭഗവാനാണ് എന്ന് മറന്നുപോയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തയൊക്കെ ഉണ്ടാവുന്നത്, അല്ലെ? ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നു, ഞാൻ തന്നെയാണ് നിന്റെ സുഹൃത്തും ബന്ധുവും മാതാപിതാക്കളും, നിന്റെ പിതാവും മാതാവും ഒക്കെ ഞാൻ തന്നെയാണ്. ഗതിർ ഭർത്ത പ്രഭുത് സാക്ഷി നിവാസ ശരണം സുഹൃത്ത് പ്രഭവ പ്രളയസ്ഥാനം എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ നിന്റെ സുഹൃത്തും നിന്റെ ശരണം പ്രാപിക്കാനുള്ള അഭയസ്ഥാനവും നിന്റെ മാതാവും നിന്റെ പിതാവും എല്ലാം ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഒരു ജീവന്റെ എല്ലാ ജന്മത്തിലുമുള്ള സുഹൃത്ത് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനെ വിസ്മരിക്കുന്നത് കൊണ്ടാണ് എല്ലാവിധ ദുഃഖങ്ങളും ഭൗതികമായിട്ടുള്ള ദുരിതങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ ഭാഗവതത്തിൽ പുരഞ്ജന ഉപാഖ്യാനത്തിൽ വായിച്ചു, അല്ലെ? ആ പുരഞ്ജനൻ മരിക്കുന്ന സമയത്ത് ആരെക്കുറിച്ച് മറന്നുപോയി? തന്റെ അജ്ഞാത സുഹൃത്ത്, തന്റെ പരമാത്മാവിനെ, തന്റെ ഹൃദയത്തിലിരിക്കുന്ന ആ ഭഗവാനെ മറന്നുപോയി. അതുകൊണ്ട് വീണ്ടും പുരഞ്ജന അടുത്ത ശരീരം ഒരു സ്ത്രീയായിട്ട് സ്വീകരിക്കേണ്ടി വന്നു. തന്റെ ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഇതെല്ലാം ഭൗതികമായിട്ടുള്ള ചിന്താഗതിയിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അർജുനനും ഒരു സാധാരണ ഭൗതികവാദിയെയാണ് ഇവിടെ കാണിക്കുന്നത്. അർജുനന്റെ ഭാഗം കാണിക്കുന്നത് എന്റെ ബന്ധുക്കളാണ് ഇവരെല്ലാവരും, അവരെ എതിർക്കേണ്ട ആവശ്യമില്ല, അവർ തെറ്റ് ചെയ്തവരാണെങ്കിൽ പോലും എനിക്ക് അവരോട് യുദ്ധം ചെയ്യുന്നതിന് താല്പര്യമില്ല എന്ന് അർജുനൻ പറയും. അപ്പോൾ ഇത് യുദ്ധം ചെയ്യാതിരിക്കുന്നതിനുള്ള ഒന്നാമത്തെ കാരണമാണ് അർജുനൻ പറയുന്നത്. എന്താണ് കാരണം? ഇവരെല്ലാവരും എന്റെ സ്വജനമാണ്, എന്റെ ആളുകളാണ്, എന്റെ ബന്ധുക്കളാണ്. ഇതാണ് അർജുനൻ പറയുന്നത്. നശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. ഇവിടെ യുദ്ധത്തിന് വന്നിട്ടുള്ളത് ആരാണ്? സാധാരണ ആളുകളല്ല, എല്ലാവരും എന്റെ സ്വജനങ്ങൾ, എന്റെ ആളുകളാണ്, സ്വജനമാണ്. അതുകൊണ്ട് ഞാൻ അവരോട് യുദ്ധം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അവരെ കൊന്നിട്ട് എനിക്ക് സുഖവും വേണ്ട, രാജ്യവും വേണ്ട എന്നൊക്കെയാണ് അർജുനൻ പറയുന്നത്. അപ്പൊ അർജുനൻ ആ ക്ഷത്രിയ ധർമ്മം പോലും മറന്നതുപോലെ സ്വജനങ്ങളോടുള്ള പക്ഷപാതം കൊണ്ട്, അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു കരുണ കൊണ്ട്, ഭൗതികമായിട്ടുള്ള കരുണ കൊണ്ട്, ഭൗതികമായിട്ടുള്ള സ്നേഹം കൊണ്ട്, ആത്മീയമായിട്ടുള്ള ജ്ഞാനം നഷ്ടപ്പെട്ടത് കൊണ്ട് അർജുനൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് ഒരിക്കലും ക്ഷത്രിയന് യോജിച്ചതല്ല എന്ന് ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ക്ഷത്രിയന്റെ ഒരു സ്വഭാവമല്ല രാജ്യം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ കാട്ടിൽ പോയി തപസ്സരിക്കുക എന്നൊന്നും ക്ഷത്രിയന് ഒരിക്കലും യോജിച്ചതല്ല. അങ്ങനെ അർജുനന് ജീവിക്കാനും സാധിക്കുകയില്ല. അർജുനൻ താൽക്കാലികമായിട്ട് ഇങ്ങനെ പറയുന്നതാണ്. പക്ഷെ ഒരിക്കലും ഒരു ക്ഷത്രിയന് രാജ്യം കൂടാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. രാജ്യത്തെ ഭരിക്കുക എന്നുള്ളത് ക്ഷത്രിയന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തിയാണ്. ക്ഷത്രിയനെ യോജിച്ച സംസാരമല്ല ഇവിടെ അർജുനന്റെ ഭാഗത്ത് നിന്ന്. ഭൗതികമായിട്ടുള്ള കൃപ കൊണ്ട്, അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കൃപ കൊണ്ട് അർജുനൻ ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അർജുനൻ തുടർന്ന് ചോദിക്കുന്നു,
തുടർന്ന് യുദ്ധം ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ നിരത്തുന്നുണ്ട്. അടുത്ത 4 ശ്ലോകങ്ങളിൽ നമുക്കത് നോക്കാൻ സാധിക്കും. 32 മുതൽ 35 വരെയുള്ള വായിക്കട്ടെ പ്രഭുജി, വായിച്ചോളാം. വായിക്കട്ടെ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 32. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനി ച തായിമേവ സ്ഥിതാ യുദ്ധേ പ്രാണാംസ്തക്ത്യ ധനാനി ച ആചാര്യ പിതര പുത്രാസ്തൈതവ പിതാമഹ മാതുര ശശ്വര പൗത്രോ സ്യാല സംബന്ധിനസ്തതാ ഏതാന്യഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭി ത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം നു മഹീകൃതേ നിഹത്യതാർത്ഥരാഷ്ട്രാന്ന കാ പ്രീതി സ്വാർജുന. ഹേ ഗോവിന്ദ, രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ടും തന്നെയും ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ആർക്കു വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണനും കൂടി ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു. മധുസൂദന, ഗുരുജനങ്ങൾ, പിതൃപിതാമഹന്മാർ, മക്കൾ, അമ്മാവന്മാർ, ശശ്വരന്മാർ, സ്യാരന്മാർ തുടങ്ങിയ ബന്ധുക്കളാണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എന്തിനവരെ കൊല്ലണം? അവരെ വധിക്കുകയിൽ ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല. പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിന് വേണ്ടി അവരെ കൊല്ലാനാവുക? ജനാർദ്ദന, ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ്? ഭാവാർത്ഥം. ശീല പ്രഭുവാദ് കീജയ്. ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്നു എന്നർത്ഥമുള്ള ഗോവിന്ദ എന്ന പദം കൊണ്ടാണ് ഇവിടെ അർജുനൻ കൃഷ്ണനെ സംബോധന ചെയ്യുന്നത്. സാരവത്തായ ഈ വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് തന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് എന്തെന്ന് കൃഷ്ണൻ മനസ്സിലാക്കണമെന്ന് അർജുനൻ ധ്വനിപ്പിക്കുന്നു. ഗോവിന്ദ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിയല്ല. എങ്കിലും ഗോവിന്ദന്റെ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് ശ്രമിക്കുന്നതായാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി തൃപ്തി അടഞ്ഞുകൊള്ളും. ഭൗതിക ലോകത്തിൽ എല്ലാവരും തങ്ങളുടെ ഇന്ദ്രിയ സംതൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടാനുസൃതമായി ഭഗവാൻ അത് തന്നുകൊള്ളണമെന്നും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ഭഗവാൻ സകല ജീവാത്മാക്കൾക്കും അവരെ ആഗ്രഹിക്കുന്ന തോതിലല്ല, അർഹിക്കുന്ന തോതിലത്രേ ഇന്ദ്രിയ സംതൃപ്തി നൽകുന്നത്. മറിച്ച് സ്വന്തം ഇന്ദ്രിയ സംതൃപ്തി ആഗ്രഹിക്കാതെ ഗോവിന്ദന്റെ ഇന്ദ്രിയ സംതൃപ്തി മുൻനിർത്തി പ്രവർത്തിക്കുന്ന ജീവന് ഗോവിന്ദ കൃപയാൽ ആഗ്രഹങ്ങളെ എല്ലാം നിറവേറും. ബന്ധുക്കളോടും സമുദായത്തോടുമുള്ള അർജുനന്റെ അഗാധമായ മമതാബന്ധം സ്വാഭാവികമായ അനുകമ്പയാൽ ഇവിടെ ഭാഗികമായി പ്രദർശിക്കപ്പെട്ടു. അത് അദ്ദേഹത്തിന് യുദ്ധവൈമുഖ്യമുണ്ടാക്കി. മാത്രമല്ല, താൻ നേടിയ ഐശ്വര്യത്തെ ബന്ധുമിത്രാദികളെ കാണിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. അർജുനാകട്ടെ തന്റെ ബന്ധുക്കളെ എല്ലാം യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്നും ഐശ്വര്യത്തിൽ പങ്കുകൊള്ളാൻ ആരും ഉണ്ടാവില്ലെന്നും ഭയപ്പെടുന്നു. ഭൗതിക ജീവിതത്തിലെ സ്വാഭാവികമായ കണക്കൂട്ടലാണിത്. ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ആധ്യാത്മിക ജീവിതം. ഭക്തന് ഭഗവാന്റെ ഇംഗിതം നിറവേറ്റണമെന്ന് മാത്രമാണ് ആഗ്രഹം. അതുകൊണ്ട് സർവ്വവിധമായ ഐശ്വര്യങ്ങളെയും ഈശ്വരേച്ഛയാൽ ഭഗവത് സേവനത്തിനായി അയാൾ സ്വീകരിക്കും. ഭഗവാന്റെ ഇച്ഛയില്ലെങ്കിൽ ഒന്നും സ്വീകരിച്ചു കൂടാതാനും. അർജുനൻ ബന്ധുക്കളെ ഹിംസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒന്ന് ആവശ്യമാണെങ്കിൽ കൃഷ്ണൻ സ്വയം അത് ചെയ്യട്ടെ എന്ന് അദ്ദേഹം ആശിച്ചു. രണാങ്കണത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ കൃഷ്ണൻ അവരെ കൊന്നു കഴിഞ്ഞു എന്നും താൻ അദ്ദേഹത്തിന് ഒരു ഉപകരണമാവുക മാത്രമാണ് ഇനി വേണ്ടു എന്നും ഈ സമയത്ത് അർജുനൻ അറിഞ്ഞിരുന്നില്ല. ഇത് അടുത്ത അധ്യായങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വതേ ഭഗവത് ഭക്തനായ അർജുനൻ ദുഷ്ടന്മാരായ ബന്ധുക്കളോട് പക വീട്ടാൻ ഉദ്ദേശിച്ചില്ല. എന്നാൽ അവരെല്ലാം കൊല്ലപ്പെടണമെന്നായിരുന്നു ഈശ്വരഹിതം.
ഭഗവത് ഭക്തൻ അപരാധികളോട് പക വീട്ടാറില്ല. തന്നോട് പ്രവർത്തിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുത്താലും സ്വഭക്തന്മാർക്ക് ദുഷ്ടന്മാർ ചെയ്യുന്ന ദ്രോഹം ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല. അതുകൊണ്ട് അർജുനൻ ശത്രുക്കളെ വെറുതെ വിടാനാണ് ഇഷ്ടപ്പെട്ടതെങ്കിലും കൃഷ്ണൻ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു വീഡിയോ പങ്കുവെച്ച്. ഹരേ കൃഷ്ണ. അപ്പോൾ എന്താണ് അർജുനൻ പറയുന്നത്? കിം നോ രാജേന ഗോവിന്ദ കിം ഭോഗേർ ജീവിതേന വാ യേശാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനിച്ച. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? യുദ്ധം ചെയ്തതിന് ശേഷം വലിയ വിജയം ഉണ്ടാകും, രാജ്യം ലഭിക്കും, ഐശ്വര്യം ലഭിക്കും, രാജാവായിട്ട് വാഴാൻ സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? യുദ്ധത്തിന് എതിരിട്ട് നിൽക്കുന്നത്, എതിർവശത്ത് നിൽക്കുന്നത് എല്ലാവരും എന്റെ ബന്ധുക്കൾ തന്നെയാണ്. അല്ലെ? ഇമേ അവസ്ഥിത യുദ്ധേ പ്രാണാത്യജ്ഞാധനാനിച്ച ആചാര്യ പിതര പുത്ര തഥൈവച പിതാമഹ. യുദ്ധത്തിന് ശേഷം ഒരു ഐശ്വര്യം ഉണ്ടാകും അല്ലെങ്കിൽ സുഖമുണ്ടാകും എന്ന് വിചാരിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? ആ യുദ്ധത്തിന് ശേഷം വിജയിച്ചാലും തന്റെ ബന്ധുക്കളൊക്കെ യുദ്ധത്തിൽ കൊല്ലപ്പെടും. തന്റെ വിജയം കാണാൻ ആരും ഉണ്ടാവില്ല. താൻ നേടിയ ഐശ്വര്യം, താൻ നേടിയ രാജ്യം, ഇതൊക്കെ ആരെ കാണിക്കാനാണ്? തന്റെ ബന്ധുക്കൾ അവിടെ ഉണ്ടാവില്ല. കാരണം അവരൊക്കെ എതിർപക്ഷത്ത് യുദ്ധത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. പ്രാണാം തിക്വാധനാനിച്ച ഇമേ അവസ്ഥിത യുദ്ധേ. അവരെല്ലാവരും ഇവിടെ യുദ്ധത്തിന് വന്നിരിക്കുന്നു. എങ്ങനെയാണ് വന്നത്? പ്രാണാം തിക്വാധനാനിച്ച. അവരുടെ ജീവിതം തന്നെ യുദ്ധത്തിൽ കൊടുക്കാൻ തയ്യാറായി, പ്രാണൻ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അവരവരുടെ ധനവും രാജ്യവും പ്രാണനും ഒക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായി യുദ്ധത്തിന് വന്ന് നിൽക്കുന്നു. പിന്നെ ഞാൻ ഈ യുദ്ധമൊക്കെ ചെയ്ത് അവരുപേക്ഷിച്ച രാജ്യവും ധനവും സമ്പത്തും ഒക്കെ നേടിയിട്ട് എന്താണ് കാര്യം? അത് ആരെ കാണിക്കാനാണ്? മാത്രമല്ല ഇവിടെ വന്നു നിൽക്കുന്നത് ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ആചാര്യ പിതര പുത്ര, ആചാര്യന്മാര്, പിതൃതുല്യരായിട്ടുള്ളവര്, മാതുല ശുചിര പൗത്ര, തന്റെ മുതിർന്ന അമ്മാവന്മാര്, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. ശാല സംബന്ധിനസ്ഥത, എല്ലാവരും എന്റെ സംബന്ധികളാണ്, എന്റെ ബന്ധുക്കളാണ്. അവരൊരിക്കലും ഞാൻ കൊല്ലാൻ താല്പര്യപ്പെടുന്നില്ല. ഏതാൻ നഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന. അപ്പം അർജുനൻ ഒരു സ്റ്റെപ്പ് കൂടി കടന്നു പറഞ്ഞു. എന്താണ് എടുത്തു പറയുന്നത്? ഘ്നതോപി മധുസൂദന. അവര് എന്നെ കൊല്ലുന്നവരാണെങ്കിൽ പോലും, ഞാൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ പോലും ഞാൻ അവരെ കൊല്ലാൻ തയ്യാറല്ല എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പോൾ അർജുനൻ പൂർണ്ണമായിട്ടും ഒരു ക്ഷത്രിയനാണ്. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്നുള്ള കാര്യമൊക്കെ പൂർണ്ണമായിട്ടും മറന്നുപോയി എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ബന്ധുസ്നേഹം കൊണ്ട്, തന്റെ സ്വജനപക്ഷപാതം, തന്റെ കൂട്ടരോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം, ഇതൊക്കെ അർജുനനെ അജ്ഞാനത്തിലാക്കി. അപ്പോൾ അർജുനൻ എന്താണ് പറയുന്നത്? ഘ്നതോപി മധുസൂദന. ഈ യുദ്ധത്തിൽ ഞാൻ കൊല്ലപ്പെട്ടാൽ പോലും ഞാൻ അവരോട് എതിരിടാൻ തയ്യാറല്ല എന്നാണ് അർജുനൻ പറയുന്നത്. അഭി ത്രൈലോക്യ രാജ്യസ്യ ഹേതോകിന്ദു മഹീകൃതേ നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാപ്രീതി സ്യാ ജനാർദ്ദന. ഈ ധാർത്തരാഷ്ട്രന്മാരെല്ലാവരും എന്റെ ആളുകളാണ്. അവരെ കൊന്നിട്ട് എനിക്ക് ലോകത്തിൽ, ഈ 14 ലോകത്തിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. അപ്പോൾ ഇവിടെ അർജുനൻ ഒരു അന്ധമായിട്ടുള്ള സ്വജനപക്ഷപാതം ഒക്കെ കാണിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥ ക്ഷത്രിയ ധർമ്മം, രാജധർമ്മം ഒക്കെ മറന്നുകൊണ്ട് അർജുനൻ സംസാരിക്കുന്നു. ഇതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? ശരീരസങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാവരും എന്റെ ബന്ധുക്കളാണ്. അവരെ സംരക്ഷിക്കുക, അവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല, അവരെന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, അവരൊക്കെ എന്റെ ആളുകളാണ് എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നാണ് അർജുനൻ സംസാരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അർജുനൻ ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് അർജുനൻ ആരെയും കൊല്ലാൻ താല്പര്യപ്പെടുന്നില്ല
എന്നുമുണ്ട്. അർജുനൻ ആരെയും കൊല്ലാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഭക്തന്മാർ അങ്ങനെ ഹിംസ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല. പക്ഷെ ഭഗവാന്റെ മനോഭാവം വ്യത്യസ്തമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അർജുനൻ ശത്രുക്കളെ വെറുതെ വിടാനാണ് ഇഷ്ടപ്പെട്ടതെങ്കിലും കൃഷ്ണൻ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരുന്നു. അപ്പം ഭഗവാൻ അവരെ കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഭക്തന്റെ മനോഭാവം അവരെ വെറുതെ വിട്ടേക്കാം എന്നാണെങ്കിലും ഭഗവാൻ അവരെ വെറുതെ വിടാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ്. കാരണം എന്താണ്? തന്നോട് പ്രവർത്തിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുത്താലും സ്വഭക്തന്മാർക്ക് ദുഷ്ടന്മാർ ചെയ്യുന്ന ദ്രോഹം ഭഗവാൻ ഒരിക്കലും പൊറുക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അവിടെ ശ്രീല പ്രഭാകർ എടുത്തു പറയുന്നുണ്ട്. എന്താണ്? ഭഗവാനോട് ആരെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ പൊറുക്കും. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാരോട് ആരെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഭഗവാൻ ഒരിക്കലും പൊറുക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. അവരെങ്ങനെങ്കിലും ഭഗവാൻ ഇല്ലാതാകും. അപ്പോൾ അതേ മനോഭാവമാണ് നമുക്ക് ഭഗവാന്റെ മനോഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ അവരെ എതിർക്കാൻ തന്നെ, അവരെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചു. അവരുടെ ആയുസ് മുഴുവൻ നേരത്തെ തന്നെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. രണാങ്കണത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണൻ അവരെ കൊന്നു കഴിഞ്ഞു. അവരുടെ ആയുസ്സൊക്കെ ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അർജുനൻ വന്ന് യുദ്ധം ചെയ്താൽ മാത്രം മതി. അർജുനൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യുദ്ധത്തിൽ പങ്കെടുത്താനും മാത്രം മതി. ഭഗവാൻ അവർക്ക് അർജുനന് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ അർജുനന്റെ മനോഭാവവും ഭഗവാന്റെ മനോഭാവവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അർജുനൻ സ്വാഭാവികമായിട്ട് ഒരു ഭക്തനായതുകൊണ്ട് ആരെയും കൊല്ലാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നീട് ഇവരെല്ലാവരും ബന്ധുക്കളായതുകൊണ്ട് അവരെ തീരെ കൊല്ലാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം അർജുനൻ എടുത്തു പറയുകയാണ്. ഇനി അടുത്ത പോയിന്റ്, മറ്റൊരു കാര്യം കൂടി അർജുനൻ പറയുന്നുണ്ട്. ഈ യുദ്ധം ചെയ്യുന്നത് വലിയ പാപമാണ്. നമ്മൾ ഒരിക്കലും പാപം ചെയ്യാൻ പാടില്ല. നമ്മൾ നന്മ മാത്രം, നല്ല കർമ്മങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അധർമ്മികളാണെങ്കിൽ പോലും അവരെ കൊല്ലുന്നത് പാപമാണ് എന്നൊക്കെ അർജുനൻ പറയുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ രണ്ടാമത്തെ പോയിന്റ് ആണ് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് എന്താണ്? ബന്ധുക്കളായതുകൊണ്ട് ഞാൻ അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ തയ്യാറല്ല എന്നാണ് അർജുനൻ പറയുന്നത്. യുദ്ധം ചെയ്യാതിരിക്കാൻ 5 കാരണങ്ങൾ ഈ അധ്യായത്തിലും അടുത്ത അധ്യായത്തിലുമായിട്ട് അർജുനൻ പറയുന്നുണ്ട്. എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല? അല്ലെ, ഭഗവാനോടാണ് പറയുന്നത്. അപ്പൊ കാര്യകാരണം സഹിതം പറയണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് പോയിന്റുകളായിട്ട് അർജുനൻ പറയുന്നുണ്ട്. 5 കാര്യങ്ങൾ അർജുനൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുവരെ അർജുനൻ പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. ഇവരെല്ലാവരും എന്റെ സ്വജനമാണ്, ഇവരെല്ലാവരും എന്റെ ബന്ധുക്കളാണ്, അതുകൊണ്ട് എനിക്ക് അവരെ കൊല്ലാൻ താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ളത്. ഏതാന്നഹന്തും ഇച്ഛാമി, എന്റെ ബന്ധുക്കളായതുകൊണ്ട് ഞാൻ അവരെ കൊല്ലുന്നില്ല. സ്വജനം ഹി കഥം ഹത്വ, അവരെല്ലാവരും എന്റെ സ്വജനമാണ് എന്നുള്ള പോയിന്റാണ് ഇവിടെ അർജുനൻ പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, ഈ യുദ്ധം ചെയ്യുന്നത് പാപമാണ്, യുദ്ധം ഒരു പാപമാണ് എന്നുള്ള ഒരു പോയിന്റ് അർജുനൻ പറയുന്നുണ്ട്. അത് അടുത്ത ശ്ലോകത്തിലാണ്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ച ഈ ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ള